Okay, see the next question. L is equal to a language that accepts equal number of A's and B's. Okay, A-ൻ്റെ എണ്ണയും B-ൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കണം, അങ്ങനെയുള്ള ലാംഗ്വേജ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എ ബി ബി എ. ഓക്കെ, എ ബി ബി, നമ്പർ ഓഫ് എസ് ഈക്വൽ ആണെന്ന്. എ ബി ബി ബി, എ ബി ബി എ, എല്ലായിടത്തും നമ്പർ ഓഫ് എസും നമ്പർ ഓഫ് ബീസും ഈക്വൽ ആണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു പർട്ടിക്കുലർ ലാംഗ്വേജിൻ്റെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹൗ ഡു വി ഡു ഇറ്റ്? എസ് പ്രൊഡ്യൂസേഴ്സ്, എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രിങ് ആവാം, പിന്നെ ഇടയിൽ എന്തെങ്കിലും സ്ട്രിങ് വരാം, ബി എന്തായാലും ഒരു ബി വരണം. ഈക്വൽ നമ്പർ ഓഫ് എ ഈക്വൽ നമ്പർ ഓഫ് ബി എന്ന് പറയുമ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് സ്ട്രിങ് എ ബി അല്ല ഇതിൽ വരിക. ഓക്കെ, എ ബി ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഹാവ് എനിത്തിങ് എൽസ്. ഇപ്പോൾ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണതാണെങ്കിൽ ഒരു എ എന്തായാലും ഉണ്ടാവണം, ആൻഡ് ദെൻ ഇറ്റ് ക്യാൻ ഹാവ് എനിത്തിങ് എൽസ് ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി നൾ. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ നോക്കൂ, എ ബി ഇപ്പോൾ ഇതിൽ ഏതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ്? എ ബി എന്നുള്ള സ്ട്രിങ് ആക്സെപ്റ്റഡ് ആവും അല്ലേ? ഈ എസിന് രണ്ടെണ്ണത്തിന് നള്ളു കൊടുത്തു കഴിഞ്ഞാൽ എ ബി ആക്സെപ്റ്റഡ് ആവും. ബി എ എന്നുള്ള സ്ട്രിങ് ആക്സെപ്റ്റഡ് ആവില്ലേ? യെസ്, ബി എയും ആക്സെപ്റ്റഡ് ആവും, ബിക്കോസ് ദീസ് ടു എസ് ക്യാൻ ബി ഗിവൺ ആസ് നൾ. ഓക്കെ, ഇനി അടുത്തത് എന്താ? നിങ്ങൾ വേറൊരു എക്സാമ്പിൾ, എ ബി ബി എന്നുള്ളത് ഈ പർട്ടിക്കുലർ ഗ്രാമറിൽ പറ്റുമോ നിങ്ങൾ നോക്കി നോക്കിയേ. എസ് പ്രൊഡ്യൂസേഴ്സ് എ ബി ബി അല്ലേ? അപ്പോൾ ഞാൻ എസ് ബി എസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി എനിക്ക് എ കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് ഒരു എസ് ആണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും? എ, പിന്നെ വീണ്ടും ഞാൻ ആ പ്രൊഡക്ഷൻ കൊടുത്തു എ എസ് ബി എസ്. ഓക്കെ, ഈ എസ്സിനെ ഞാൻ ഇതായിട്ട് ചെയ്തു, ഇതായിട്ട് മാറ്റി, പിന്നെ ബി എസ് ഞാൻ അവിടെ തന്നെ എഴുതി. ഓക്കെ, ഇനി എ ബി ബി എന്നാണ് വരേണ്ടത്. അപ്പോൾ ഈ എസ്സിനൊക്കെ എനിക്ക് നള്ളു കൊടുത്താൽ പോരെ? എ നള്ളു, ഈ എസ്സിന് നള്ളു കൊടുത്തു, ബി ആയി. ഈ എസ്സിന് നള്ളു കൊടുത്തു, നെക്സ്റ്റ് ഉള്ളത് ബി ആണ്. നെക്സ്റ്റ് എസ്സിന് നള്ളു കൊടുത്തു, എ ബി ബി എന്നുള്ളത് കിട്ടി. ഓക്കെ, അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കൂ, എ ബി ബി എ. ഓക്കെ, okay, let us take another example of a b b a. okay, a b b a എടുക്കുമ്പോൾ എങ്ങനെയാ വരിക? ഞാനിതേപോലെ എസ് പ്രൊഡ്യൂസേഴ്സ് എ എസ് ബി എസ് വെച്ച് തുടങ്ങി. ഓക്കെ, എ ബി ആണ് എനിക്ക് വരേണ്ടത്, അപ്പോൾ ഞാൻ ഇതിനെ നള്ളാക്കും. ഓക്കെ, അപ്പോൾ എ ബി, ഇനി ഞാൻ എസ് എന്ത് കൊടുക്കും? ഇനി എനിക്കൊരു ബി ആ വേണ്ടത്, സോ ബി എസ് എ എസ് എന്ന് കൊടുത്തു. ഓക്കെ, ഈ എസ്സിനെ ഞാൻ ബി എസ് എ എസ് എന്ന് കൊടുത്തു. എ ബി ബി എ ആണ്, ഈ രണ്ട് എസ്സിനും ഞാൻ നള്ളു കൊടുക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എ ബി ബി എ കിട്ടി. സോ ദിസ് ഈസ് ബേസിക്കലി ഹൗ യു ക്രിയേറ്റ് ഗ്രാമർ. നിങ്ങൾക്ക് ഗ്രാമർ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം 2-3 സ്ട്രിങ്ങുകൾ, ഈ ലാംഗ്വേജിൽ പറഞ്ഞ 2-3 സ്ട്രിങ് എടുത്തിട്ട് ആ സ്ട്രിങ്ങിനനുസരിച്ച് നിങ്ങൾ ഗ്രാമർ ഉണ്ടാക്കുക. എസ് പ്രൊഡ്യൂസേഴ്സ് എ, പിന്നെ ഏതെങ്കിലും ഒരു ഏത് വേണമെങ്കിലാവാം, അപ്പോൾ ഒരു എസ് കൊടുത്തു, പിന്നെ ബി ഫോളോഡ് ബൈ എസ്. അങ്ങനെ നിങ്ങൾ ഓൺ ഗ്രാമർ നിങ്ങൾ കുറച്ച് സ്ട്രിങ്സ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ റാൻഡമായിട്ട് വേറൊരു എക്സാമ്പിൾ ഇട്ടിട്ട് നോക്കുക അത് വർക്ക് ചെയ്യണോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് കുറേ കൂടി അത് ഫ്രേസ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൽ ഇസ് ഇക്വൽ ടു സ്ട്രിങ്സ് ഹാവിങ് എക്സാക്ട്ലി 1A. 1A എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എസ് പ്രൊഡ്യൂസേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ എന്ത് വേണമെങ്കിലും വരാം, ഒരു എ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്പർ ഓഫ് ബീസ് വരാം, എ വരാൻ പാടില്ല, ബികൾ വരാം. ഓക്കെ, ഈ ബി വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ വേറൊരു എ എന്ന് പറഞ്ഞൊരു നോൺ ടെർമിനൽ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. എസ് തന്നെ എഴുതാണ്ട് എസ് നമ്മൾ വീണ്ടും കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഈ എ എന്നുള്ളത് അവിടെ റിപ്പീറ്റ് ആയിട്ട് വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ അതിനെ വേറൊരു നോൺ ടെർമിനൽ വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ എ എന്താണെന്നുള്ളത് എഴുതണം. എ പ്രൊഡ്യൂസേഴ്സ് ബി എ ഓർ നൾ അല്ലേ? ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എനിക്കിപ്പോൾ എൻ്റെ സ്ട്രിങ് എ മാത്രമാണ് നോക്കിയാൽ, എ മാത്രമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എസ് പ്രൊഡ്യൂസേഴ്സ് എ എന്ന് എഴുതി. ഓക്കെ, എന്നിട്ട് ഈ 2 എക്ക് ഞാൻ എന്ത് കൊടുത്തു? നള്ള് കൊടുത്തു. അപ്പോൾ എനിക്ക് എ മാത്രം കിട്ടി. ഓക്കെ, ഇനി എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഞാൻ കൊടുക്കുകയാണ് എന്താണ്? ബി എ ബി. ഇവിടെയും നമ്പർ ഓഫ് എസ് 1 ആണ്. ഓക്കെ, ബി എ ബി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എസ് പ്രൊഡ്യൂസേഴ്സ് എ. ഓക്കെ,
ഇനി ഈ എനെ നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം? ബി എ വെച്ച് റീപ്ലേസ് ചെയ്യണം. ബി എ എ. ഓക്കെ, ആ എനെ ബി എ വെച്ച് റീപ്ലേസ് ചെയ്തു. ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ കിട്ടേണ്ടത്? ബി എ ബി അല്ലേ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യും? ബി. ഇനി ഈ പർട്ടിക്കുലർ എനെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ എനെ നള്ള് കൊടുക്കണോ അതോ നമുക്ക് എനെ തിരിച്ച് ബി എ ബി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും എ ആണ് കിട്ടുന്നത്. ഇവിടെ എ വരുന്ന വേറെ ഒന്നുമില്ല, എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്താ ഒരു ഓപ്ഷനും ഇല്ല, ഈ എനെ നള്ളാക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ബി എ എന്ന് കിട്ടി. ഓക്കെ, ഇനി എനിക്ക് ബി ആണ് കിട്ടേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ എനെ ബി എ വെച്ച് വീണ്ടും റീപ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ എക്ക് ഞാൻ നള്ളു കൊടുക്കും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? ബി എ ബി എന്ന് കിട്ടി. ഓക്കെ, അതിങ്ങനത്തെ കുറച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഞാൻ ഇനിയും കുറച്ചുകൂടി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ചെയ്യും. അത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇത് എങ്ങനെയാണ് ഈ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഗ്രാമർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്ന്. ഓക്കെ, ഇവിടെ നിങ്ങൾ ഏത് സ്ട്രിങ് വേണമെങ്കിലും കൊടുത്തു പോയിക്കോളൂ. ഒരു 1A വരണ ഏത് സ്ട്രിങ് കൊടുത്താലും ഈ പർട്ടിക്കുലർ ഗ്രാമറിൽ അത് വർക്കാവും. ഈ പർട്ടിക്കുലർ ഗ്രാമർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, യു ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ്. ഓക്കെ, ഇവിടെ പറയണത് എന്താ? 1A വരാൻ പാടുള്ളൂ. ആ 1A കൊടുത്തു. ഫ്രണ്ടിലും ബാക്കിലും എന്ത് വേണമെങ്കിലും വരാം എക്സെപ്റ്റ് എ. അതുകൊണ്ടാണ് നമ്മൾ എസ് യൂസ് ചെയ്യാണ്ട് എ എന്ന് പറഞ്ഞ വേറൊരു ടെർമിനൽ യൂസ് ചെയ്യുന്നത്. ആ ടെർമിനൽ എന്തായിരിക്കണം? സ്റ്റാർട്ടിങ് വിത്ത് ബി ആയിരിക്കണം. ബി എ എന്ന് കൊടുക്കാനുള്ള എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ സ്ട്രിങ് നോക്കൂ, ബി 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 എ ബി എന്നാണ് നോക്കിയോ. അപ്പം എനിക്കിവിടെ ബി എ പ്രൊഡ്യൂസസ് ബി എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബി അവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ബി എ എന്ന് കൊടുത്തിരിക്കുന്നത്. ബി എ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് ബി വേണമെങ്കിൽ വീണ്ടും ഈ ബി എ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 2 ബി ആയി. പിന്നെ എനിക്ക് ആ എന് നള്ളു കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഒരു ബി മാത്രം, ഇപ്പോൾ എ ബി എന്നുള്ള സ്ട്രിങ് മാത്രമാണ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ബി എന്ന് എ പ്രൊഡ്യൂസസ് ബി എന്ന് കൊടുത്താൽ മതി. പക്ഷെ എനിക്ക് ബി ബി എ ബി ആണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ബി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഈ എ ഇല്ലാണ്ട് ബി മാത്രം കൊടുത്താൽ അത് വർക്കാവുമോ? ഇല്ല അല്ലേ? എനിക്ക് എന് ബി എ ബി എന്നാണെങ്കിൽ ഓക്കെ അത് വർക്കാവും. ബി ബി എ ബിക്ക് ഈ പർട്ടിക്കുലർ ഗ്രാമർ വർക്ക് ചെയ്യുമോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ബി കഴിഞ്ഞിട്ട് ഒരു എ കൂടി കൊടുക്കുന്നത്. അപ്പം ഈ എനെ തിരിച്ചും എനിക്ക് ബി എ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ എത്ര നമ്പർ ഓഫ് ബീസ് വേണമെങ്കിലും എനിക്ക് ഈ പർട്ടിക്കുലർ പ്രൊഡക്ഷൻ റൂളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ നിങ്ങൾക്ക്? നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. അറ്റ്ലീസ്റ്റ് 1A. ഓക്കെ, സ്ട്രിങ്സ് ആക്സെപ്റ്റ് ചെയ്യണം. ഏത് സ്ട്രിങ്സിനെ? അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും ഉള്ള സ്ട്രിങ്ങിനെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ എന്താ ചെയ്തത്? നമ്മൾ എക്സാക്ട്ലി 1A ആയിരുന്നു. അപ്പോൾ 1A എന്തായാലും ഒരെണ്ണം എന്തായാലും വേണം. പിന്നെ അതിൻ്റെ കൂടെ വരുമോ വരാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ മുമ്പത്തേൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ പോരെ? നമ്മൾ എ എഴുതി. ഇത് 1A ആണ് അല്ലേ? ഇനി ഇപ്പുറത്ത് ബി വരാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ബി വരണ പോലെ തന്നെ എയും കൂടിയും വരാമെന്നാണ് പറയണത് അല്ലേ? അപ്പം നമുക്ക് ഇതിൽ എന്ത് മോഡിഫിക്കേഷനാണ് വരുത്താൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ബിൻ്റെ അവിടെ പിന്നെ ബി വെച്ച് തുടങ്ങണത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഈ എന്റെ അവിടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ബി എന്ന് എഴുതി. ഓക്കെ, ഇനി ഞാൻ പറയാണ് അറ്റ്ലീസ്റ്റ് 1A എന്തായാലും വേണം. പിന്നെ ഇവിടെ എയോ ബിയോ എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ ഹൗ ക്യാൻ യു റീറൈറ്റ് ദാറ്റ്? യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് എ പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ നേരത്തെ ചെയ്തത് ബി വെച്ച് തുടങ്ങാം. ഓക്കെ, ബി എ ഓർ എയും വരാം. എ ഓർ നൾ അല്ലേ? ഈ പർട്ടിക്കുലർ എക്സാമ്പിൾ ബിയും വരാം എയും വരാം. ബിയും വരാം അഥവാ എ വേണമെങ്കിൽ എയും വരാം. അതാണ് ഞാൻ ബി എന്റെ ഒപ്പം തന്നെ എയും കൂടി എഴുതിയത്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കുകയാണ് ലാംഗ്വേജ് ആക്സെപ്റ്റിംഗ് സ്ട്രിങ്സ് ഹാവിങ് അറ്റ്ലീസ്റ്റ് 2A എന്ന്. ഇവിടെ അറ്റ്ലീസ്റ്റ് 1A എന്ന് എഴുതിക്കണേ. അറ്റ്ലീസ്റ്റ് 2A എന്ന് പറയുമ്പോൾ ഇതിൽ എന്താ ചേഞ്ച് വരിക? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ. അറ്റ്ലീസ്റ്റ് 2A, ഇത് അറ്റ്ലീസ്റ്റ് 1A ഞാൻ എഴുതിക്കണത്. അറ്റ്ലീസ്റ്റ് 2A എന്ന് പറയുമ്പോൾ എന്ത് വരും? അറ്റ്ലീസ്റ്റ് 2A എന്ന് പറയുമ്പോൾ എന്താ ചേഞ്ച് വരിക? ഇവിടെ നമുക്കൊരു എയും കൂടി വരും. അറ്റ്ലീസ്റ്റ് 2A വരണം. ബാക്കിയുള്ളടത്ത് ബി എന്റെ സ്ട്രിങ്ങുകളാവാം, എന്റെ സ്ട്രിങ്ങുകളാവാം.
നള്ളു ആവാം. രണ്ടെണ്ണം മാത്രമേ വേണ്ടൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയിനെല്ലാം നള്ളു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 മാത്രമായിട്ടും കിട്ടും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ടു യു? ഐ ഹോപ്പ് ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഗ്രാമർ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു നോളേജ് വന്നു തുടങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് വെരി സിമ്പിൾ. അതിൻ്റെ ചെറിയതായിട്ട് നമുക്ക് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ it becomes very easy to do. Now we will do a few more problems so that it will be thorough. Okay, here we need to construct a context free grammar for this particular regular expression. അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, S produces, ഇത് കൺകാറ്റനേഷൻ ആണ്, രണ്ടെണ്ണത്തിൻ്റെ കൺകാറ്റനേഷൻ ആണ്. അപ്പോൾ നമ്മളിവിടെ A B എഴുതി. ഓക്കെ, ഇനി A എന്താണ് B എന്താണെന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, where A produces 110A. ഈ 110 എന്നുള്ളത് എത്ര ടൈംസ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, സ്റ്റാർ അല്ലേ? ഓർ 11A. ഈ 11 എന്നുള്ളതും നമുക്ക് എത്ര ടൈംസ് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. 11, പിന്നെ ഒരു 11 വേണമെങ്കിൽ പിന്നെ ഈ എനെ തിരിച്ചും 11 ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ ഉള്ളത്? ഓർ സ്റ്റാർ ആയതുകൊണ്ട് ഇതിന് നള്ളും വരാം. ഓക്കെ, ഇനി ബി എന്താന്ന് പറയണം. ബി എന്താ വരിക? ബി എന്ന് പറയണത് എന്തായിരിക്കും? 10B ആയിരിക്കില്ലേ? ഓർ നള്ളായിരിക്കും. 10 സ്റ്റാർ അല്ലേ? 10 സ്റ്റാർ അല്ലേ? അപ്പോൾ 10 സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് നള്ള് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 10ൻ്റെ തന്നെ എത്ര മൾട്ടിപ്പിൾസ് വേണമെങ്കിലും വരാം. 10 10 10 10. ആ 10ൻ്റെ അവിടെ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അത് ബീൻ്റെ അവിടെ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എപ്പോൾ നിർത്തണോ അപ്പോൾ നമ്മൾ ബീന് എപ്സിലോൺ കൊടുക്കുക. ഓക്കെ, so this is the grammar for this particular regular expression. Okay, so here is the next one. L is equal to 0 raised to I 1 raised to I where I is greater than or equal to 1. Okay, ഇവിടെ zeros കഴിഞ്ഞിട്ടേ 1 വരാൻ പാടുള്ളൂ, and that too number of zeros-ഉം number of ones-ഉം ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് നമുക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുക? S produces 0S1. ആ എസ്സിനെ നമുക്ക് എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0 1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S is equal to 0 1. കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കി നോക്കൂ. 0 I equal to 1 ആണെങ്കിൽ നമുക്ക് എസ്സിനെ എന്ത് കൊടുക്കാം? നമുക്ക് 0 1 മാത്രം കൊടുക്കാം അല്ലേ? ഇനി നമുക്ക് ഇപ്പോൾ എൻ്റെ ഇനിയിപ്പോൾ നോക്കൂ, S equal to 1 ആണെങ്കിൽ 0 1 മാത്രം കൊടുത്തു, നേരിട്ട് ഇങ്ങനെ ഡെറൈവ് ചെയ്തു. ഓക്കെ, ഇനി I equal to 2 ആണെങ്കിൽ എന്ത് ചെയ്യും? I equal to 2 ആണെങ്കിൽ എനിക്ക് എന്താ കിട്ടേണ്ടത്? 0 0 1 1 അല്ലേ? 0 0 1 1 വരുമ്പോൾ how can I write that? S produces 0S1. തിരിച്ചും ഈ എസിൻ്റെ അവിടെ 0S1, പിന്നെ ഈ 1 അങ്ങനെ എടുത്തേക്ക്. ഓക്കെ, അല്ല ഓക്കെ ഓക്കെ സോറി ഇവിടെ നമുക്ക് 0S1 കൊടുത്തു, എന്നിട്ട് 0 അവിടെ ഞാൻ എന്ത് ചെയ്തു? 0 1 എന്ന് കൊടുത്തു. ഈ 1 ഞാൻ അങ്ങനെ എടുത്ത് എഴുതി. ഓക്കെ, ഇനി എനിക്ക് 0 0 0 1 1 1 അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? മൂന്ന് 0യും 3 1ഉം കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? S produces 0S1. സ്റ്റാർട്ട് സിമ്പിൾ വെച്ച് തുടങ്ങി 0S-നെ വീണ്ടും 0S1 1 എന്ന് കൊടുത്തു. 0 0 S-ന് ഞാൻ 0 1 എന്ന് കൊടുത്തു. 1 1. അങ്ങനെ any number of zeros and ones which are equal can be derived using this particular context free grammar. Okay. Okay, my next question is 0 raised to I 1 raised to 2I where I is greater than or equal to 0. നേരത്തെ I is greater than or equal to 1 ആയിരുന്നു, ഇപ്പോൾ I is greater than or equal to 0. ഓക്കെ, അപ്പോൾ എനിക്ക് എൻ്റെ പർട്ടിക്കുലർ ഗ്രാമർ ഞാൻ എങ്ങനെ എഴുതും? എനിക്ക് I 0 ആണെങ്കിൽ എനിക്ക് എന്താ കിട്ടേണ്ടത്? I 0 ആണെങ്കിൽ I should get so our question is 0 raised to I 1 raised to 2I. അപ്പോൾ I-ന് 0 കൊടുത്തു. I-ന് 0 കൊടുക്കുകയാണെങ്കിൽ 0 occurrence of 0 and 1 occurrence of 0. അപ്പോൾ എന്തായാലും അത് നള്ളു വരും അല്ലേ?
ഇനി ഞാൻ ഐന് 1 കൊടുക്കണേന്ന് നോക്കൂ. 1 കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0ൻ്റെ ഒപ്പം 2 1 വരണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഇപ്പം 2 0 ആണെങ്കിൽ 4 1 ആയിരിക്കണം വരണം. ഇതിൻ്റെ 0ൻ്റെ ഡബിൾ ആയിരിക്കണം 1ൻ്റെ ഒക്കറൻസ്. ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റിയില്ലേ? ഇത് നമുക്ക് എന്ത് എഴുതാം? 0 as 1 1 എഴുതി കൂടെ അല്ലേ? എക്സ്ക്യൂസ് മീ. ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇപ്പം എൻ്റെ I 1 ആണെങ്കിൽ what do I get? S produces 0 S 1 1. ഈ എസ്സിന് ഞാൻ എന്ത് കൊടുക്കും? നൾ കൊടുക്കും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 0 1 1 കിട്ടും അല്ലേ? ഇനി എൻ്റെ I 2 ആണെങ്കിലോ? I 2 ആണെങ്കിൽ 2 0 വരികയാണെങ്കിൽ 4 1 വരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, സോ S produces 0 S 1 1. എസ്സിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? 0 S 1 1. ഈ 1 1 ഞാൻ അങ്ങനെ എഴുതി. ഓക്കെ, എസ്സിന് ഞാൻ എന്ത് കൊടുത്തു? നള്ള് കൊടുത്തു. അപ്പോൾ വാട്ട് ഡു ഐ ഗെറ്റ്? 0 0 1 1 1 1. കറക്റ്റ് അല്ലേ? സോ ദിസ് ഇസ് ദ ഗ്രാമർ ഫോർ ദിസ് പർട്ടിക്കുലർ ലാംഗ്വേജ്. ഓക്കെ, നൗ ലെറ്റ്സ് ടേക്ക് another example. Okay, see our next problem. L is equal to W. W എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ്. ആ സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ആൽഫബറ്റ് സിമ്പിൾ സെയിം ആയിരിക്കണം. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? S produces ഫസ്റ്റത്തെ ആണെങ്കിൽ ലാസ്റ്റത്തെയും സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ A ഇടയിൽ എന്ത് വേണമെങ്കിലും വരാമെന്നുള്ളതാണ്. അതാണ് ഞാൻ ഈ എസ് അല്ലാണ്ട് വേറൊരു സിമ്പിൾ യൂസ് ചെയ്തിരുന്നത്. A ഓർ ബി ആണെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും വരാം. പിന്നെ എൻഡ് ചെയ്യണതും ബി വെച്ചിട്ടായിരിക്കണം. എ മാത്രവും വരാം, ബി മാത്രവും വരാം അല്ലേ? എ ബി എലോൺ ക്യാൻ കം. ഓക്കെ, ഇനി എ എന്താണ്? എ പ്രൊഡ്യൂസസ് എനി നമ്പർ ഓഫ് എസ് അല്ലേ? ഓർ എനി നമ്പർ ഓഫ് ബീസ്, ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി നൾ അല്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പം എന്ന് മാത്രമേ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്ക് ഞാൻ നള്ളു കൊടുക്കാം അല്ലേ? ഈ എക്ക് ഞാൻ നള്ളു കൊടുത്ത് എനിക്ക് എ കിട്ടും. ബി മാത്രമാണെങ്കിലും എക്ക് നള്ളു കൊടുക്കാം. എ മാത്രം വരാം, ബി മാത്രം വരാം. ആൻഡ് ഓൾസോ ഈ എന് ഇപ്പം എനിക്ക് എ ബി എന്നാ നോക്കിയോ? എ ബി എൻഡ് ചെയ്യണതും സ്റ്റാർട്ട് ചെയ്യണതും ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ പറയൂ. എസ് പ്രൊഡ്യൂസേഴ്സ് എ വെച്ച് നമ്മൾ തുടങ്ങും അല്ലേ? എന്നിട്ട് നമ്മൾ ആ എന് എന്ത് കൊടുക്കും? എ എന്നുള്ള പ്രൊഡക്ഷൻ കൊടുക്കും അല്ലേ? എന്നിട്ട് ഈ എന് എന്ത് കൊടുക്കും? ബി എന്നുള്ള പ്രൊഡക്ഷൻ കൊടുക്കും. ബിക്ക് നമ്മൾ നള്ളു കൊടുക്കും അല്ലേ? ഓക്കെ, നോക്കൂ. എസ് പ്രൊഡ്യൂസേഴ്സ് എ. ഓക്കെ, എ വെച്ച് എൻഡ് ചെയ്യണു. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എ ബി ആണ് കിട്ടുന്നത്. അപ്പോൾ എനെ നമ്മൾ എന്താക്കി മാറ്റി? എ ബി അല്ലേ കിട്ടേണ്ടത്? അപ്പോൾ നമ്മൾ ആക്കി. ഓക്കെ, ഇനി എക്ക് നമുക്ക് നെക്സ്റ്റ് എന്താ കിട്ടുന്നത്? ഈ എ കിട്ടി. ഇനി ബി ആണ് കിട്ടുന്നത്. ബി എന്നാക്കി അല്ലേ? ബിയും കിട്ടി. ഓക്കെ, ഈ എന് നമ്മൾ നള്ളു കൊടുത്തു. ബി കിട്ടി. ഓക്കെ, ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. ഈ സെയിം ക്വസ്റ്റ്യനിൽ ഞാൻ ഇനി ഒരു കുറച്ച് ഡിഫറൻസ് വരുത്തുകയാണ്. ഞാൻ അവിടെ പറയാണ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സിമ്പിൾ മസ്റ്റ് ബി ഡിഫറെൻ്റ് എന്ന് പറയാണ്. ഓക്കെ, മസ്റ്റ് ബി ഡിഫറെൻ്റ് എന്ന് പറയാണ്. നമ്മൾ നേരത്തെ സെയിമിൻ്റെ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയുകയാണ് മസ്റ്റ് ബി ഡിഫറെൻറ്റ്. ഓക്കെ, ഡിഫറെൻ്റ് ആകുമ്പോൾ എങ്ങനെയാണ് വരിക? ഇതിലെന്ത് ചേഞ്ചാണ് നമുക്ക് വരുത്തേണ്ടത്? നിങ്ങളൊന്ന് പറയൂ. ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി എ മാത്രവും ബി മാത്രം എന്നുള്ളത് വരില്ല. ആ ഒരു പ്രോബബിലിറ്റി കുറവാണ്. ഓക്കെ, പിന്നെന്താ വരിക? എന്ത് ചേഞ്ചാണ് വരിക? എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് ബി. ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് എൻഡ് വിത്ത് എ. ഇത്ര മാത്രമേ ഉള്ളൂ. നടുക്കിൽ പിന്നെ എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്.
Okay, here is my next question. L is equal to W raised to R. W എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്ട്രിങ് ആണ് കൺസിസ്റ്റിംഗ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. W raised to R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ സ്ട്രിങ്ങിൻ്റെ റിവേഴ്സൽ. ഓക്കെ, ഇപ്പോൾ 0 1 ആണെങ്കിൽ ഇഫ് W is 0 1 then my W raised to R is equal to 1 0. Okay, if my W is 0 alone, W raised to R എന്താണ് 0 തന്നെയാണ്. 1 ആണെങ്കിൽ 1 തന്നെയാണ്. ഓക്കെ, 1 0 ആണെങ്കിൽ എന്തായിരിക്കും 0 1 ആയിരിക്കും. ഓക്കെ, 1 1 ആണെങ്കിൽ 1 1 ആയിരിക്കും, 0 0 ആണെങ്കിൽ 0 0 ആയിരിക്കും. എന്താണെങ്കിലും അതിൻ്റെ റിവേഴ്സ്. ഓക്കെ, അതാണ് W raised to R എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ ഇപ്പോൾ ഞാനൊരു സ്ട്രിങ് റാൻഡമായിട്ടൊരു സ്ട്രിങ് എടുക്കുകയാണ്, 0 1 എടുക്കുകയാണ്. W raised to R എന്ന് പറയുമ്പോൾ 1 0 0 1ൻ്റെ റിവേഴ്സൽ 1 0. അപ്പോൾ സ്റ്റാർട്ടിങ് 0 ആണെങ്കിൽ എൻഡിങ്ങും എന്തായാലും 0 ആയിരിക്കും. സ്റ്റാർട്ടിങ് 1 ആണെങ്കിൽ എൻഡിങ് ഡെഫിനറ്റ്ലി 1 ആയിരിക്കും. അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ആ പർട്ടിക്കുലർ ഗ്രാമർ? എസ് പ്രൊഡ്യൂസേഴ്സ് 0 S 1 ഓർ 1 തുടങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻഡ് വിത്ത് 0 ഓർ ഇറ്റ് ക്യാൻ ഈവൻ ബി നൾ. അല്ലേ, ഇപ്പം എനിക്ക് എൻ്റെ എൻ്റെ പർട്ടിക്കുലർ ലാംഗ്വേജിൽ വരുന്ന സ്ട്രിങ് 0 1 1 0 എന്നുള്ളതായിരുന്നു. നോക്കിയാൽ 0 1 അതിൻ്റെ റിവേഴ്സൽ എന്ന് പറയുന്നത് 1 0. ഓക്കെ, ഇത് നോക്കൂ, ഇതിലെ വെച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റില്ലേ? നോക്കൂ, എസ് പ്രൊഡ്യൂസേഴ്സ് സോറി ഞാൻ പറഞ്ഞത് ഒന്ന് എഴുതിയത് വേറെ പോയി. 0 S 0 0 വെച്ച് എൻഡ് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ 0 വെച്ച് എൻഡ് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യണത്. 1 വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വെച്ച് എൻഡ് ചെയ്യണം, ഓർ ഇറ്റ് ക്യാൻ ബി 1 ആണ്. ഓക്കെ, അപ്പോൾ നോക്കൂ, 0 1 1 0, അപ്പോൾ 0 S 0 എന്നുള്ളതായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇവിടെ എസിൻ്റെ അവിടെ 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 0 എസിനെ ഞാൻ 1 S 1 കൊടുത്തു, 0 കൊടുത്തു, ബാലൻസ് ഉള്ള 0 അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഈ എസിന് ഞാൻ എന്ത് കൊടുത്തു? നള്ള് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 0 1 1 0 കിട്ടി. അങ്ങനെ ഏത് സ്ട്രിങ് വേണമെങ്കിലും നോക്കിയോളൂ, ഈ പർട്ടിക്കുലർ ഗ്രാമർ വെച്ചിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ W raised to R എന്നുള്ളതിലേക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഓർത്തിരിക്കണമൊന്നുമില്ല, നിങ്ങൾ വെറുതെ സ്ട്രിങ് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 0 വെച്ചിട്ടാണ് എൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങണേ വെച്ചാൽ 0 വെച്ച് എൻഡ് ചെയ്യണം, 1 വെച്ചിട്ടാണ് വെച്ചാൽ 1 വെച്ച് എൻഡ് ചെയ്യണം. ഓക്കെ, അത്രയും ഓർത്താൽ മതി. ഓക്കെ, I have made a small change in the question. ഇവിടെ നോക്കൂ, ഞാൻ W എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഞാൻ അതിൽ ഇൻസേർട്ട് ചെയ്തു, AW raised to R, where W belongs to 0,1 star and A belongs to 0,1. A എന്നുള്ളത് എൻ്റെ വാല്യൂ either 0 ആയിരിക്കണം അല്ലെങ്കിൽ 1 ആയിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, സ്റ്റാർ ഒന്നുമില്ല, either 0 or 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാമർ എന്തായിരിക്കും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. എസ് പ്രൊഡ്യൂസേഴ്സ് 0 വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് 0 വെച്ച് എൻഡ് ചെയ്യും, 1 വെച്ച് തുടങ്ങുകയാണെങ്കിൽ അത് 1 വെച്ച് എൻഡ് ചെയ്യും, അല്ലെങ്കിൽ 0 വരും അല്ലെങ്കിൽ 1 വരും. അല്ലേ? കറക്റ്റ് അല്ലേ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ നോക്കി നോക്കൂ, ഏതെങ്കിലും ഒരു സ്ട്രിങ് ഇട്ട് നോക്കിക്കോളൂ. ഇപ്പോൾ 0 1 1 1 ഇതാണ് എൻ്റെ A കേട്ടോ. ഐ എം ഗിവിങ് 1 ആസ് എ. 0 1 1ൻ്റെ എന്താണ്? 0 1 കൊടുത്താൽ മതി. 0 1 ആണ് എൻ്റെ W. ഞാൻ എൻ്റെ ഈ 1 ഞാൻ A ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, 1 0 1ൻ്റെ ഇത് 1 0. ഓക്കെ, ഈ പർട്ടിക്കുലർ സ്ട്രിങ് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ, എസ് പ്രൊഡ്യൂസേഴ്സ് 0 S 0. ഓക്കെ, 0 എസിനെ നിങ്ങൾ എന്തായിട്ട് കൊടുത്തു? 1 S 1 കൊടുക്കാം. ഓക്കെ, 1 S 1 0. ഓക്കെ, ഇപ്പോൾ നമുക്ക് 0 കിട്ടി, 1 കിട്ടി, ഇനി നമുക്കൊരു 1 കൂടി കിട്ടണം അല്ലേ? ഈ എസിനെ എനിക്ക് എന്ത് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഒരു 1 കൂടി കിട്ടണം. അപ്പം ഞാൻ ഈ 1 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0 1 1 1 0. ഈ 1ൻ്റെ വാല്യൂ, ഈ എയുടെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ ഞാനിവിടെ എന്ത് ചെയ്യും? എസിനെ 0 വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എങ്ങനെ പോയാലും ഈ പർട്ടിക്കുലർ ലാംഗ്വേജിൽ അത് കറക്റ്റ് ആവും. ഓക്കെ, see the next question. L is equal to W, where W belongs to 0,1 star and W is equal to W raised to R.
W equal to W raised to R എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഇസ് എ പാലിൻഡ്രോം അല്ലേ? പാലിൻഡ്രോം ആണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാൻ പറ്റുക? പാലിൻഡ്രോം എന്ന് പറയുമ്പോൾ എന്താ സീറോസ് ആൻഡ് വൺസ് അല്ലേ? ഇപ്പോൾ 0 1 ആണെങ്കിൽ 0 1 ഇതാണ് പാലിൻഡ്രോം. ഇവിടെ നിന്ന് നോക്കിയാലും ഇവിടെ നിന്ന് റീഡ് ചെയ്താലും ദ നമ്പർ ഇസ് ദ സെയിം. ഓക്കെ, സോ വിച്ച് മീൻസ് സ്റ്റാർട്ടിങ് 0 ആണെങ്കിൽ എൻഡിങ് 0 ആയിരിക്കണം, സ്റ്റാർട്ടിങ് 1 ആണെങ്കിൽ എൻഡിങ് 1 ആയിരിക്കണം. അപ്പോൾ തന്നെ നമുക്കറിയാം ഗ്രാമറിൽ എസ് പ്രൊഡ്യൂസേഴ്സ് 0, എസ് ആണെങ്കിൽ 0, 1 ആണെങ്കിൽ എൻഡിങ് 1 ആയിരിക്കണം. ഈ എസിൻ്റെ അവിടെ നിങ്ങൾക്ക് ഐദർ 1 വരാം, അല്ലെങ്കിൽ 0 വരാം, അല്ലെങ്കിൽ നള്ള് വരാം അല്ലേ? 0 0 എന്നുള്ളത് കറക്റ്റാണ്, 1 1 എന്നുള്ളത് കറക്റ്റാണ്, 0 1 0 കറക്റ്റാണ്, 1 0 1 കറക്റ്റാണ്, 0 0 0 കറക്റ്റാണ്, 1 1 1 കറക്റ്റാണ്. അങ്ങനെ ഏത് നിങ്ങളൊരു പാലിൻഡ്രോം ഇട്ട് നോക്കിക്കോളൂ കൺസിസ്റ്റിംഗ് ഓഫ് സീറോസ് ആൻഡ് വൺസ്, ദിസ് പർട്ടിക്കുലർ ഗ്രാമർ വിൽ ഗോ ഇൻ ദാറ്റ്. Okay, so I hope you have got an idea about how to write the grammar for particular languages. So by practicing more problems, you will get a more clarity on this. Okay, I hope this is clear to you.